നമ്മളെ വയലറ്റ് പേര, അതായത് ബീട്രൂട്ട് ഗുവ എന്നൊക്കെ പറഞ്ഞ സാധനം. ആപ്പിൾ പേര കായ്ക്കുണ്ട്. 100 റുപ്യ. നല്ലതായി. ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് 100 റുപ്യക്ക്. അല്ല മധുരം ഇസ്രായേൽ അല്ലേ കായുള്ള 100 റുപ്യ. അനാർ 100 റുപ്യക്ക്. ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ലിയാഗാർഡൻ ചട്ടിപ്പറമ്പിട്ടാ. നമ്മളെ മുരിങ്ങൻ്റെ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ നോൻപൊരു 22, 23 ഇപ്പോൾ നമ്മൾ ഇതേമാതിരി ചെറിയൊരു 800 തജ്ജിക്ക് വെച്ചത്. ഒരു മാസം 2 മാസം ആയിട്ടുള്ളൂ. 2 മാസമായി, 1.5 മാസം കഴിഞ്ഞു എന്ന് പറയാം. അതന്നെ. അപ്പോൾ എന്താ വെച്ചാൽ മുരിങ്ങ നമ്മളെന്താ ഇപ്പോൾ ഇങ്ങനെ വന്നിക്കാണ്ട് കാണി നമുക്ക് കുഴപ്പമില്ല. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് വലിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ വിടലാ, വല്ലാതൊരു തലോടൽ. അതെന്താ വെച്ചാൽ നമുക്ക് തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് പ്ലാന്റ് വിൽക്കാനുള്ളതല്ലേ. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ പൊടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പെടക്കും. സത്യമാണ്, ഉള്ളതാണ്. കാരണം ഇത് വെറുതെ എന്താണ് കായ എന്താ ചിലവർക്ക് മാങ്ങ കണ്ടാൽ ഇതാ തൂങ്ങിക്കുന്ന മാങ്ങ കണ്ട പോലെ നഗത്ര ഉള്ളിമാരി ഉണ്ടാവും, അവിടെ ഓട്ടും. എന്നിട്ട് ഓല പോയി അതിങ്ങനെ കറവിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം, കാണുക സാധനം ഇങ്ങനെ കണ്ട് പോവുക. നീ സംശയം കണ്ട് ചോദിക്കുക, ഇതൊരു മീറ്ററാണോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ അത് എടുത്ത് കന്നിക്കാണ്ട് ഇങ്ങനെ പിടിച്ചാണ്ട് ഉരുട്ടുക. എന്നിട്ട് എന്താ വെച്ചാൽ ആള് കാട്ടി എന്താ വെച്ചാൽ അത് ആ പ്ലാന്റ് ആയിരുന്നു മുരിങ്ങ. എന്നിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് വലിയ മുരിങ്ങ ഉണ്ടായിമേ നീളമുള്ള. അപ്പോൾ ഇങ്ങനെ മുട്ടേക്കിന് നമ്മളിത് ഗ്രാഫ്റ്റ് അല്ലേ, ഇങ്ങനെ ഇതിയും കൂടെ മുട്ടേക്കിന് അതിൻ്റെ തലൻ പൊട്ടി. അപ്പോൾ അത് ഞാൻ എന്താ ഓനോട് ഓൻ പറഞ്ഞു കുറച്ച് ആൾ നല്ല ആളാണ്. അപ്പം എന്നാൽ പൊട്ടിയെന്ന് വെച്ച് പറഞ്ഞു. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഓൽക്ക് കൊടുക്കാതെ മറ്റേനാ കൊടുത്തു. നമ്മളുടെ നമുക്ക് കവർ മാറ്റിയിട്ട് വെക്കാച്ചിട്ട് അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം വേറെ ആൾ വന്നിട്ട് പിന്നെ അതന്നെ കാട്ടുന്നു. അപ്പോൾ ആളോട് നമ്മൾ എന്ത് ചെയ്തു, മുരിങ്ങ തൊടണ്ടെന്ന് പറഞ്ഞു. തൊടണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, 3 പപ്പായ വാങ്ങിയിട്ട് 100 റുപ്യക്ക് 3 പപ്പായ അത് ഇട്ടുകൊണ്ട് പോയി. തൊടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിലായിക്കോട്ടെ സോറി എന്ന് പറയാൻ വേണ്ടത്. സോറി അതല്ല, എന്താ തൊട്ട് വെച്ചിട്ട് അങ്ങനത്തെ അങ്ങനെ ആക്കി എന്താ കാര്യമുള്ളത്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വലുത് വേണ്ടി കൊടുക്കാം. നമുക്ക് ചെറുതിപ്പോൾ ഉള്ളത് നമ്മൾ 600 ഇനിയിപ്പോ മേലോട്ട് 800 മുതൽ സൈസുകളുള്ളൂ. 600 സാധനം ആവും, കുറച്ച് ആവും. ഇത് ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് ഇതന്നെ നമുക്ക് സീഡ് നമുക്ക് ഉണ്ടല്ലോ 300 സീഡ് ഉണ്ട്. കൊമ്പുത്തിയ 150 ഉണ്ട്. ഈ സംഭവം തന്നെ ഉണ്ടല്ലോ. വലുത് ഇതിനും വലുതൊക്കെ വേണമെങ്കിൽ കൊടുക്കാണ്. മുരിങ്ങ നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മുടെ ലിയാ ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത്. എന്താ സ്പെഷ്യൽ? ഇത് നമ്മള് നങ്കടാക്കാണ്. നങ്കടാക്ക യെല്ലോ അല്ല, യെല്ലോയിലേറെ കുറച്ചുകൂടി നല്ലൊരു ഓറഞ്ച് കളറായിട്ട് വരും. ഓറഞ്ച് ആണ് സാധാരണ നമ്മൾ യെല്ലോ ആണ് കാണാറുള്ളത്. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ രീതി തന്നെ പൊളിച്ചാലോ? കുറച്ച് പഴുപ്പ് കൂടിയിട്ട് തോന്നണല്ലേ കത്തിന്റെ പോക്കൊക്കെ കണ്ടിട്ട്. പക്ഷെ അതൊക്കെ വിളിച്ചിട്ട് 2 ദിവസമായി, ഞാൻ വരാനും വൈകിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റത്. ഇത് നല്ല ഓറഞ്ച് ആണ്, നല്ല ഓറഞ്ച് കളറ്. അതേമാതിരി നമ്മളെ മഞ്ഞലേറെ കുറച്ച് നല്ല മധുരം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ മഞ്ഞ ഞങ്ങള് കഴിച്ചത് നല്ല മധുരമായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചോ. ഷുഗർ ഉള്ളതൊക്കെ പുറത്തം വിടും അല്ലേ. സത്യം നല്ല മധുരം കേട്ടോ. നല്ല മധുരം നല്ല ഷുഗറിലൊരു സത്യം പറഞ്ഞാൽ കഴിക്കാതിരിക്കാണ് എന്തായാലും. ഇതൊക്കെ ശരിക്കും നോക്കണം. ഷുഗർ തന്നെയല്ലേ, ആ ബ്രിക്സ് നോക്കിയാലേ അടിപൊളി സാധനം. ഇതാണ് നമ്മള് 350 ഞങ്ങടാക്കി വെക്കണേ ആ സൂപ്പർ ഓറഞ്ച് ആണ് സാധനം. ഇതാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടോ? 3 വർഷമാവും. ഷുഗർ ഉള്ളൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കേണ്ടതാണ് നമ്മൾ പറയാൻ. അത്രയും മധുരം പറഞ്ഞാൽ അടിപൊളി കേട്ടോ, നല്ല മധുരം, അടിപൊളി മധുരമാണ് വരുന്നത്. അപ്പൊ ഞങ്ങടാക്ക് സൂപ്പർ ഓറഞ്ച് ആണ് സാധനം. ഇതാണ് നല്ല ഓറഞ്ച് കളറായിട്ട് വരും, നല്ല മധുരം കേട്ടോ. അപ്പൊ അത് പറയാൻ കാരണം നമ്മൾ 5 ദിവസമായി പോത്തിട്ട് തന്നെ പരിക്കുക കണ്ടില്ലല്ലോ, ഒന്നും കാര്യമായിട്ടും വന്നിട്ടില്ലല്ലോ. മരത്തും വന്ന് പോത്തിട്ട് തന്നെ 5 ദിവസമായിരുന്നു പൊട്ടിച്ച്. അതായത് ഇപ്പൊ പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ മിഞ്ഞാൻ തരാൻ പറ്റില്ല, അങ്ങനെ നേരം വൈകി അങ്ങനെ പോയി. അപ്പൊ എന്താ വെച്ചാല് അതിന്റെ മധുരം കണ്ടില്ലേ. അതാണ് വെരിഗേറ്റഡ് കപ്പ. അത് യെല്ലോ പച്ചയും കൂടി ഉള്ളത്. വെരിഗേറ്റിൽ തന്നെ യെല്ലോയും പച്ചയും കൂടി. ഇത് കിഴങ്ങ് വെള്ള വരിക, കിഴങ്ങ് വെള്ള നല്ല രസമാണ് കിഴങ്ങ്. എത്ര വർഷം കൊണ്ട് നമുക്ക് ഇത് കിട്ടുക? ഇത് നമുക്ക് 6 to 8 മാസം. 8 മാസം കൊണ്ട്. കെയറിങ് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇല്ലല്ല, സാധാ കപ്പ മാതിരി. സാധാ കപ്പ ലീഫിൽ മാത്രമുള്ള വ്യത്യാസം. 50 ഉറുപ്പ്യ ഉള്ള ഈ പ്ലാന്റ് 50 ഉറുപ്പ്യ ഉള്ളല്ലേ. പിന്നെ അതിന്റെ തന്നെ നമുക്ക് ഇങ്ങനെ വേറൊരു വെരിഗേറ്റഡ് വെള്ളയും ഗ്രീനും കൂടി ആയിട്ട്. ഓക്കെ. നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മൾ മലപ്പുറം ചട്ടിപ്പറമ്പ്, ലിയാ ഗാർഡൻ ചട്ടിപ്പറമ്പ് തന്നെ അടിച്ച് പോന്നാൽ മതി. ഇതിന്റെ തൈകൾ നമുക്ക് കൊറിയർ ഇപ്പൊ സൗകര്യം ഇല്ലേ? ഉണ്ട്. നമ്മളെ ചക്കപ്പാത്ത്, കിങ് ഓഫ് ചക്കപ്പാത്ത് അല്ലേ? കിങ് ഓഫ് ചക്കപ്പാത്ത്. ഇത് നമ്മൾ ഇന്നാള് പോയ തോട്ടത്തിൽ അവിടെ
ഇപ്പൊ ഈ നമുക്ക് സീഡൊക്കെ വളരെ കുറവാണ്. ഫുള്ള് പ്ലസ് ഉണ്ടല്ലേ, നല്ല കുഴപ്പമില്ല. റെഡ് ഐവറി മാതിരി ഒരു കുഴപ്പമില്ലാത്ത മാങ്ങ തന്നെയാണ് ചക്കപ്പത്ത്. നല്ല കായപ്പിടുത്തുമാണ്, നല്ല കാമ്പുകാനും ഉണ്ട് കേട്ടോ. ആ ഒരു ഇതിന്റെ ഒക്കെ ഇത് വേറെ പ്രത്യേകത. റെഡ് ഐവറി തൊലിയൊക്കെ നിന്നാ തൊലി കഴിപ്പില്ല. സൂപ്പർ ക്യൂൺ നമ്മൾ തൊലി തിന്നാൻ കഴിയില്ല, ബനാന തൊലി തിന്നാൻ കഴിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കാമ്പുകാനും ഉണ്ട്. അപ്പൊ ഇതിന്റെ തൈകൾ നമ്മളെ കയ്യിലുണ്ട്. മിൽക്ക് ഫ്രൂട്ട് അല്ല പർപ്പിൾ 500 രൂപയ്ക്ക്. 500 രൂപയ്ക്കല്ലേ? സാധനത്തോടെ എന്താ ഇതിന്റെ പ്രത്യേകത? ഹോം ഗ്രൗണ്ടും മധുരമുള്ളതാണ്. ഇതിൽ തന്നെ പുളിയുള്ളതുണ്ട്, രണ്ടുണ്ട്. കുറച്ച് മധുരമുള്ളതാണ്. 500 രൂപ. 500 രൂപ വരും അല്ലേ സാന്തോള്. ഇത് ഏതപ്പോ തെങ്ങ് തൈകൾ ഇരിക്കുന്നത്? കുറ്റ്യാടി. കുറ്റ്യാടി എങ്ങനെ റേറ്റ് തന്നെ? കുറ്റ്യാടി 250, ഇത് 250, 200 ഉണ്ട് അവിടെ. 200 കുറച്ച് പേരുണ്ട്. കുറ്റ്യാടി പക്ക ഒറിജിനൽ ഒറിജിനൽ. മറ്റേ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് 200 ഉണ്ട്. നമ്മളെ കാലാവസ്ഥ കഴിക്കുന്ന ട്രോപ്പിക്കൽ ബട്ടർ അടിപൊളി സാധനം. കുറച്ച് ബെഡ് 1200 ആണ്. ഒരു 1000 രൂപയായിട്ട് ബെഡ് കേട്ടോ. ആ സ്ഥാനത്ത് ഗ്രാഫ്റ്റ് ഉണ്ട്, 500 വരുള്ളൂ. ഇത് ഗ്രാഫ്റ്റ്, മറ്റേ ബെഡാണ്, കുറച്ച് വലിയ സൈസുമാണ്. ആണ് മാറ്റം. നമ്മളെ വയലറ്റ് പേര, അതായത് ബീട്രൂട്ട് ഗുവ എന്നൊക്കെ പറഞ്ഞ സാധനം. ആപ്പിൾ പേര കായ്ക്കുണ്ട്. 100 രൂപ. 100 രൂപ നല്ലതായി. 100 രൂപയ്ക്ക് പേരയുടെ ഒട്ടനവധി കണക്ഷൻസ്. പേര ശരിക്കും 27 വെറൈറ്റി ഉണ്ട്. മൊത്തത്തിൽ 27-28 വെറൈറ്റി ഉണ്ട്. ഇപ്പം നമ്മളെ വണ്ടി ആ ജാർവിയൊക്കെ അതിൻ്റെ മധുരം കൊണ്ട് ചെറുതാകുമ്പോൾ തന്നെ കിളികളെ നാശമാക്കുകയാണ്. കെട്ടിയേക്കാത്തോണ്ടേ അവിടെ കഴിച്ചിട്ടുണ്ടല്ലോ. അവിടെ കൊത്തിക്കാണ്ട് കിടക്കണത് അങ്ങനെ കൊത്തി കിടക്കും. ഇനി എന്തെങ്കിലും ചെയ്യണം. ഒന്ന് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് 100 രൂപയ്ക്ക്. 100 രൂപ ഒക്കെ നല്ല നല്ല കായ ഒക്കെ പൂ പിടിച്ച സൈസുകൾ. അതേമാതിരി നമ്മളെ കാലാവസ്ഥ കഴിക്കണ ഓറഞ്ച് നല്ല മധുരം പേരിൻ്റെ, അതായത് മധുരം പേര് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഓറഞ്ച് മുസമ്പി ഒക്കെ. ഈ ഓറഞ്ച് നമ്മളെ നിലത്തേക്ക് വെച്ച് 2 വർഷം കഴിഞ്ഞാൽ 3-ാം വർഷം കിടക്കുമ്പോൾ നല്ല മധുരത്തേക്ക് വരും. 250 രൂപയ്ക്ക് ഓൾ സീസൺ നല്ല മധുരം പേര്. ഇസ്രായേലെത്തി അല്ലേ? കായുള്ള 100 രൂപ. 100 രൂപയ്ക്കാ. ജമന്തി 400. ജമന്തി നമ്മളെ അകത്തിച്ചീര ഇത് റെഡ്, ഇത് വൈറ്റ്. രണ്ടുണ്ട്. രണ്ടും 50 രൂപ തന്നെ. ഓരോന്നിന് 50. പിന്നെ നമ്മളെ ബാംഗ്ലൂർ പപ്പായ 300. ബാംഗ്ലൂർ പപ്പായ 300. അതേമാതിരി പുതിന പുതിയ എത്തിണ്ട് 300. നമ്മൾ സാധാ പുതിന, നമ്മളെ വീട്ടിൽ സാധാ പുതിന. പിന്നെ ഗൾഫ് പുതിന വേറുണ്ട്, അടിപൊളി. മല്ലിക വന്നിട്ടുണ്ടല്ലോ. മല്ലിക ഉണ്ട്. മല്ലിക 400. ഇത് ഗൾഫ് പുതിന 300. പിന്നെ നമ്മൾ അനാറൊക്കെ നല്ല ഇഷ്ടം പോലെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. 100 രൂപ. 400 അനാറയുടെ വേറുണ്ട്. 400 ചെറുതാ വരിക. ഇത് നമ്മളെ സാധാ ഭഗവല്ല കേട്ടോ, സാധയാണ്. നമ്മളെ റോസ്മേരി പുതിയ സാധനം പച്ചപ്പത്തി പോട്ടെ ഷോർട്ട് റോസ്മേരി 300. അത് ഒരു മധുരമുള്ള മധുരക്കിഴങ്ങ്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് അല്ല മധുരം പിന്നെ വയലറ്റ് ഉണ്ട്, ഇതിൽ റെഡ് ഉണ്ട്. അങ്ങനെ 3 ഐറ്റം 100 രൂപ ഓഫറിൽ 3 ഐറ്റംസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്രഹ്മി ഉണ്ട്. ബ്രഹ്മി 300. ബ്രഹ്മി 4 ആക്കർ ഓഫറിൽ 4 ആക്കർ സ്റ്റോക്ക് ഇറക്കുന്നുണ്ട്. 400. കുരുമുളക് ഇത് പന്നീര് കരിമുണ്ടൊക്കെ ഒന്നിൽ തന്നെ 3-4 വള്ളി ഉണ്ടാവും. അങ്ങനെ 300. ഈ തെക്കൻ 2 പറഞ്ഞ സാധനം 2 150. അതേമാതിരി റോസ്മേരി കുറച്ച് വലുതുമാണ് ഉണ്ട്. 50 രൂപ. അല്ല പൂവൊക്കെ വന്ന റോസ്മേരി കേട്ടോ, നല്ല മൂത്തതണ്ടില്ലേ, നല്ല വണ്ണം കണ്ടില്ലേ. ഇത് നേരെ ഇത് പിന്നെ ചട്ടിക്ക് വെച്ചാൽ പെട്ടെന്ന് പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. നമ്മളെ മണ്ണിൽ ഒരു സീറ്റിംഗ് ആയ പ്ലാന്റ് ആണ്. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ ചെറുത് നമുക്ക് പേടിയാണ്. കൈതച്ചക്ക നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത് കൊള്ളിമല എന്ന വെറൈറ്റി ഒന്ന് അടിപൊളി. ചക്കയിൽ ഏറ്റവും നല്ലത് തമിഴ്നാട് കൊള്ളിമല, അത് 250 രൂപ. പിന്നെ നമ്മളെ കറിവേപ്പ് 300. ഹൈബ്രിഡ് നല്ല വാസന ഉണ്ടാവും. പിന്നെ കൊള്ളിമല അല്ലാതെ പിന്നെ നമ്മളൊക്കെ പിന്നെ ഉള്ളത് MD2 എന്ന വെറൈറ്റി ഉണ്ട്. ഇപ്പം ഈ ട്രെൻഡാണ്ട് തായ്ലാൻഡ് മലേഷ്യ ഒക്കെ കൊമേഴ്സ്യലായിട്ട്. MD2 വില ഉണ്ട് 200 രൂപയാണ്. പക്ഷെ സാധനം മുതലാട്ടോ. പൊട്ടിച്ച് വെച്ചാൽ 1 മാസം പൊട്ടിച്ച് വെച്ചാൽ ഇരിക്കും. അതായത് പ്രശ്നം, അതായത് പൊപ്പ് കയറൂല. അങ്ങനെ മാത്രമല്ല നല്ല മധുരം ഉണ്ടാവും. 3-3.5 കിലോ ചക്ക തൂക്കം ഉണ്ടാവും. MD2 അടിച്ചാൽ തന്നെ അറിയാം. 200 രൂപ. നല്ല ബുഷായ വിയറ്റ്നാം അടിപൊളി ബ്രാൻഡ്, നല്ല സാധനം. ഒരു 6 മാസം കൊണ്ടൊക്കെ കായ്ക്കുന്ന സൈസ് 350 രൂപ. അപ്പൊ അതിന്റെ ചെറുത് 100-50 ഉണ്ട്. നമ്മളടുത്ത് നിലവിലുണ്ട്.
വേണമെങ്കിൽ ചെറുത് സോഫ്റ്റ് മട്ടവ ആദ്യം ഇറങ്ങിയത് 2500 പിന്നെ അന്ന് നമ്മൾ 2000 ആക്കി 2000 പിന്നെ 1000 ആക്കി അതിന് 900 ആക്കി കൊടുത്തിന് 600 ആക്കി ഇപ്പം 600 നല്ല അടിപൊളി 600 റുപ്യ സോഫ്റ്റ് സ്കിന്ന് ആ സാധാ മട്ടവണി ഇതേ വലിപ്പം 50 റുപ്യ ഉള്ളൂ കേട്ടോ പർപ്പിള് ഗ്രീനൊക്കെ അനാർ 100 റുപ്യക്ക് 100 റുപ്യക്കല്ലേ ആ നമ്മളെ സാധാ സാധാ 100 റുപ്യ പിന്നെ നമ്മളെ റോസ് ചെറുത് 400 4 റോസ് 100 റോസ് 100 വരുന്നുള്ളൂ 100 റുപ്യക്കാ പിന്നെ ചെമ്പരത്തിയോ ചെമ്പരത്തി 4 200 നല്ല വെറൈറ്റി വന്ന് ഇവിടെ ഉണ്ട് അങ്ങനെ അത് 2 150 ഈ ഒരു ഭാഗത്തുണ്ടല്ലേ 2 150 ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുവനന്തപുരം ട്രിപ്പ് ഫുള്ളേനു കാരണം അപ്പൊ കുറെ ആൾക്കാർ അത് ബാക്കിക്ക് ആക്കിയിട്ടുണ്ട് അതായത് പിന്നെ പുതിയ അടുത്ത ട്രിപ്പിക്ക് 25-ാം തീയതിയാണ് ഈ മാസം 25-ാം തീയതി ഇനി നമ്മൾ ഈ മാസം ഫസ്റ്റ് പോകുന്നുണ്ട് 11-ാം തീയതി കാസർഗോഡ് ആ കാസർഗോഡ് തന്നെ ബാം ബുക്ക് ചെയ്തിട്ടാൽ അനുസരിച്ച് ബാം ബില്ലാക്കി കണ്ട് എന്തെങ്കിലും അഡ്വാൻസ് അടിച്ചിട്ടാൽ ബാം അവരുടെ ബാം കയറും പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് സീസണായിട്ട് എന്താ പറയുക നല്ല ലോഡാണ് ഫുൾ ലോഡാണ് കാരണം എന്താ വെച്ചാൽ ഫുള്ള് ഓർഡറുകൾ ഇങ്ങനെ കൂടി വരികയാണ് കാരണം എല്ലാ പ്രാവശ്യം നമ്മൾ 50 വില്ല എടുക്കലുള്ളൂ ഈ തിരുവനന്തപുരം ട്രിപ്പൊക്കെ നമ്മൾ 72 വില്ലേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അട്ടിട്ടുകൊണ്ട് കുറച്ച് ഒതുക്കിക്കാണ്ടൊക്കെ നമ്മൾ പണിക്കാരൊക്കെ സാറേ ഒതുക്കിക്കൊണ്ടൊക്കെ വെച്ചോണ്ടാണ് എല്ലാവരും കൊള്ളിച്ച് വെച്ചിട്ടുണ്ട് അതന്നെ പിന്നെ അതിൻ്റെ അടിയിൽ ഈ ചില ആൾക്കാരത്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ പുതിയ പണിക്കാരായതുകൊണ്ട് 2 കാലാപ്പടി പറഞ്ഞത് 1 കാലാപ്പടിയൊക്കെ വെച്ചിട്ടുള്ളൂ ആ ബില്ലിൽ നമ്മൾ എന്തെങ്കിലും കീച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിച്ചിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് നാളെ തന്നെ ബുക്ക് ചെയ്ത് കാലം ചെക്ക് ചെയ്ത് വെക്കാന്നാൽ ഈ അധികം ആൾക്കാർ എന്ത് ചെയ്ത് നാളെ തൃശ്ശൂർക്ക് അല്ല നാളെ തിരുവനന്തപുരം പോകുന്നുണ്ട് ഇന്ന് വിളിച്ചു കണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇരുമ്പോൾ കുറേ തെറ്റുകൾ വരും മറ്റേ നമുക്ക് ടൈം കിട്ടും അപ്പോൾ 11-ാം തീയതി 5-ാം മാസം മെയ് അതായത് നമ്മൾ കാസർഗോഡ്ക്കുള്ളത്